നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാനിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയ്ക്ക് ശമനമില്ലെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വ്യാഴാഴ്ച രാവിലെ മുതൽ വിവിധ ഗവർണറേറ്റുകളിൽ മഴ ലഭിക്കുകയുണ്ടായി. കാറ്റും ശക്തമായിരുന്നു. മസ്കറ്റിൽ രാവിലെ മഴ മാറി നിന്നെങ്കിലും അന്തരീക്ഷം മേഘാവൃതമായിരുന്നു. വൈകിട്ടോടെ മഴ പെയ്തു തുടങ്ങി. മുസന്തും, ബുറൈമി, ബാത്തിന, ഷർഖിയ ഗവർണറേറ്റുകളിലാണ് ശക്തമായ മഴ പെയ്തത്. രാജ്യത്തിന്റെ വടക്കൻ ഗവർണറേറ്റുകളിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വെള്ളിയാഴ്ചയും അൽ ഹജർ പർവ്വതത്തിനും ഒമാൻ കടലിനും ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ശക്തമായ മഴയും ഇടിയും ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ മുസന്തയിലാണ് ന്യൂനമർദ്ദത്തെ തുടർന്ന് മഴയും ഇടിമിന്നലും കാറ്റും ഉണ്ടായി തുടങ്ങിയത്. വെള്ളിയാഴ്ച വരെ രാജ്യത്ത് ന്യൂനമർദ്ദത്തിന്റെ ആഘാതമുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരികയാണ്. രാജ്യത്തെ താപനിലയിൽ വലിയ കുറവും വന്നിട്ടുണ്ട്. ജബൽ ഷംസിലെ 3 ഡിഗ്രിയായിരിക്കും രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ താപനില. ഹൈമയിൽ 16ഉം നിസ്ബയിൽ 18ഉം ബുമൈറെ, ഇബ്ര, റുസ്താഖ് എന്നിവിടങ്ങളിൽ 19ഉം വീതമാണ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്. മഴയെ തുടർന്ന് ട്രാഫിക് സിഗ്നലുകളുടെ പ്രവർത്തനം നിലച്ചത് യാത്രക്കാർക്ക് പ്രയാസവും സൃഷ്ടിക്കുന്നുണ്ട്. മസ്കറ്റിലും പരിസരങ്ങളിലുമാണ് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. സിഗ്നലുകൾ താറുമാറായത് ഡ്രൈവർമാരെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. എന്നാൽ ROP സാങ്കേതിക വിഭാഗം അതിവേഗത്തിലാണ് സിഗ്നലുകൾ പുനഃസ്ഥാപിച്ചത്. കനത്ത കാറ്റിലും മഴയിലും തകർന്നത് നിരവധി വസ്തുക്കളാണ്. ആമിറാത്ത് ഗ്രൗണ്ടിലെ ടെസ്റ്റുകൾ തകർന്നു വീണു. ടെൻഡറിലെ ഷീറ്റുകൾ കാറ്റിൽ പാറിപ്പോവുകയും ചെയ്തു. ഷിനാസിൽ കെട്ടിടത്തോട് ചേർന്നുള്ള താൽക്കാലിക കെട്ടിടം പൊളിഞ്ഞു വീണു. സൂറത്തിൽ പുതിയ മത്സ്യ മാർക്കറ്റിനോട് ചേർന്നുള്ള വിവിധ നിർമ്മാണങ്ങൾ നിലം പതിച്ചു. എന്നാൽ അപകടങ്ങളിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിലായി വൻ നാശനഷ്ടമാണ് ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത്. അതേസമയം കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ 10 സ്വദേശികളെ അബുദാബി പോലീസ് രക്ഷപ്പെടുത്തിയെന്ന വാർത്തകളും ഇതിനോടകം പുറത്തുവരുന്നുണ്ട്. 2 ദിവസമായി പെയ്യുന്ന മഴ ആസ്വദിക്കാനും മരുഭൂമിയിലെ തടാകം കാണാനും പുറപ്പെട്ട് ഒഴുക്കിൽപ്പെട്ടവരെയാണ് അബുദാബി പോലീസ് രക്ഷപ്പെടുത്തിയത്. ഇവർ സഞ്ചരിച്ച വാഹനം വാദി സായിലാണ് അപകടത്തിൽപ്പെട്ടത്. കുത്തിയൊഴുകുന്ന മഴവെള്ളപ്പാച്ചിലിൽ കുടുങ്ങിപ്പോയത്. അസ്ഥിരമായ കാലാവസ്ഥ തുടരുന്നതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ ഇലക്ട്രിക് ലൈനുകൾക്കും മരങ്ങൾക്ക് സമീപവും തുറസായ സ്ഥലങ്ങളിലും നിൽക്കരുതെന്നും പോലീസ് സിവിൽ ഡിഫൻസ് അധികൃതരും മുന്നറിയിപ്പ് നൽകി. അതേസമയം UAE-യിലെ അസ്ഥിര കാലാവസ്ഥയ്ക്കും മഴയ്ക്കും കാരണം ക്ലൗഡ് സീഡിംഗ് പദ്ധതിയാണെന്ന് അധികൃതർ സ്ഥിരീകരിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് ലഭിച്ച കനത്ത മഴ സോഫിസ്റ്റിക്കേറ്റഡ് വെതർ ക്ലൗഡ് സർവേലൻസ് റഡാർ ഉപയോഗപ്പെടുത്തി നടത്തിയതാണെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം ഒമാൻ, ബഹ്റൈൻ എന്നിവിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്. UAE റിസർച്ച് പ്രോഗ്രാം ഫോർ റെയിൻ എൻഫോഴ്സ്മെന്റ് സയൻസ് എന്ന ഗവേഷണ പദ്ധതിയാണ് ആശാവഹമായ ഈ മുന്നേറ്റം നടത്തുന്നത്. ഈ വർഷം ക്ലൗഡ് സീഡിംഗിലൂടെ വ്യാപകമായ മഴ പെയ്യിക്കാൻ UAE-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജനുവരി മുതൽ 58 തവണ ഇത് നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 30% വരെ കൂടുതൽ മഴ ലഭിക്കാൻ ഇത് സഹായകമായി. കഴിഞ്ഞ മാസം 26-ന് അൽഫഖ മേഖലയിൽ 24 മില്ലിമീറ്റർ മഴ ലഭിച്ചു. മേഘപാളിയിൽ രാസവസ്തുക്കൾ വിതറിയാണ് മഴ പെയ്യിക്കുന്നത്. ലഭ്യമായ മേഘങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് ഇത് സാധ്യമാവുക. ഒമാനിൽ നിന്ന് വരുന്ന മേഘശകലങ്ങളാണ് കൂടുതൽ സൗകര്യം. പ്രകൃതിദത്തമായ ഉപ്പും അപകടകരമല്ലാത്ത രാസവസ്തുക്കളും ചേർന്ന മിശ്രിതമാണ് മേഘപാളിയിൽ വിതറുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.